ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഹെയർ പാക്കാണ്. മുടിയൊക്കെ നല്ലപോലെ വളരാനും നന്നായിട്ട് ഉള്ളു വയ്ക്കാനും ഒരൊറ്റ യൂസ് തന്നെ മുടിക്ക് നല്ല ഉള്ളു തോന്നിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത്. മുട്ട ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ മുട്ട യൂസ് ചെയ്യുമ്പോൾ മുട്ടയുടെ സ്മെല്ല് മുടിയിൽ നിൽക്കില്ല എന്നുള്ള ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ ഷാമ്പു യൂസ് ചെയ്യാതെ തന്നെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന ടിപ്പും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ കോഴിമുട്ട വേണം. ഞാനൊരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയിൽ വൈറ്റമിൻ എയും ഇയും ബയോട്ടിനും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മുടി കട്ടിയുള്ളതും നല്ല ആരോഗ്യത്തോടെയും ഇരിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ മുട്ടയിൽ അടങ്ങിയിട്ടുള്ള മഞ്ഞക്കുരുവിലാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നമ്മുടെ ഹെയർ എപ്പോഴും മോയ്സ്ചർ ചെയ്ത് വെക്കും. അതോടൊപ്പം തന്നെ ഹെയറിന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ കൊടുക്കാനും സഹായിക്കുന്നതാണ്. മുട്ടയിൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പുതിയ മുടികൾ വളരാനും ആ വളരുന്ന മുടികൾക്ക് നല്ല കരുത്തുണ്ടാവാനും ഒക്കെ സഹായിക്കും. അതുകൊണ്ട് തന്നെ മുട്ട യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് ഉള്ളു വയ്ക്കാൻ സഹായിക്കുന്നതാണ്. മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ വെള്ള മാത്രം യൂസ് ചെയ്യാം. മുട്ടയുടെ മഞ്ഞ കൂടെ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു സ്മെല്ല് കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവരും മുട്ടയുടെ വെള്ള മാത്രം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഈ ഒരു സ്മെല്ലിൻ്റെ പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ടീ ട്രീയുടെ അല്ലെങ്കിൽ റോസ്മേരിയുടെ ലാവൻഡറിൻ്റെ ഒക്കെ എസെൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് തൈരാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈര് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതായിട്ടുള്ളത്. നിങ്ങളുടെ തലയിൽ താരൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പുളിയുള്ള തൈര് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നതാണ്. പിന്നെ സ്കാൽപ്പ് ഡ്രൈ ആയിട്ടുള്ളവർക്കും ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്നവർക്കും ഒക്കെ തൈര് യൂസ് ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ തൈര് നമ്മുടെ മുടി ഒരിക്കലും ഡ്രൈ ആക്കില്ല, എപ്പോഴും മോയ്സ്ചർ ചെയ്ത് വെക്കും. തലയിലുള്ള എല്ലാ അഴുക്കളും റിമൂവ് ആക്കാനും മുടി വളർച്ച കൂട്ടാനും ഒക്കെ തൈര് സഹായിക്കുന്നതാണ്. അപ്പോൾ മുട്ട പതപ്പിച്ച് വെച്ചതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഹെയർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ദിയൂസിൻ്റെ ഹെയർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ച് എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണ. നമുക്ക് പുതിയ മുടികൾ വളർന്നു വരാൻ ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുന്നതാണ് ആവണക്കെണ്ണ. പക്ഷേ ആവണക്കെണ്ണ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് മാത്രം യൂസ് ചെയ്യുക. അളവ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നീരിറക്കം, തലവേദന പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും കുറഞ്ഞ അളവിൽ 1/2 സ്പൂൺ അളവിലൊക്കെ 1 ടീസ്പൂൺ അളവിലൊക്കെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ആവണക്കെണ്ണയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയി കിട്ടും.
പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല. ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മുട്ടയും ആവണക്കെണ്ണയാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. പിന്നെ മുട്ടയുടെ സ്മെല്ല് പ്രശ്നമുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ 4-5 ഡ്രോപ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും നിങ്ങളുടെ മുടിയിൽ അങ്ങനെ ഉണ്ടാവില്ല, ആ ഒരു എസെൻഷ്യൽ ഓയിലിൻ്റെ സ്മെല്ലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാ ഹെയർ പാക്കും യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് കുളിക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നേരത്തെ തലയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുടി ഭയങ്കര എക്സ്ട്രീമായിട്ട് ഡ്രൈ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ ആയിട്ട് കുറച്ച് എണ്ണ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാതെ നോർമലായിട്ട് മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം നിങ്ങളുടെ മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചീകി വൃത്തിയാക്കുക. എന്നിട്ട് ഓരോ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിലേക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൂടെ മസാജും കൂടെ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നിങ്ങളുടെ മുടി മുഴുവനായിട്ടും തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എത്ര നീളത്തിലാണോ മുടിയുള്ളത് ആ ഒരു നീളത്തിൽ മൊത്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. പിന്നെ ആണുങ്ങൾക്കും ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാം, 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിനുശേഷം മാത്രം കഴുകി കളയുക. നീരിറക്കത്തിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത്. പാക്ക് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാകും. ഒരൊറ്റ യൂസിൽ തന്നെ മുടിയൊക്കെ നല്ല ബൗൺസി ആയിട്ട് വരും. നിങ്ങളുടെ മുടിയുടെ ഉള്ള് കുറച്ചും കൂടെ ഒന്ന് കൂടിയതുപോലെ തോന്നും. പിന്നെ തുടർച്ചയായിട്ട് നിങ്ങളിത് യൂസ് ചെയ്താൽ പുതിയ മുടികൾ വളർന്നു വരാനും മുടിക്ക് നല്ല ഉള്ള് വയ്ക്കാനും മുടിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിയിട്ട് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആവാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പം മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്